പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ അല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പ്രഥമ ഊത്ത് ഊതാൻ പറയുകയാണ്. എപ്പോഴാണ് സമയം? ലോകത്ത് നിന്ന് വിജ്ഞാനം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ആലിമീങ്ങളില്ല, മുതഅല്ലിമീങ്ങളില്ല, സജ്ജനങ്ങളില്ല, സാലിഹീങ്ങളില്ല, എല്ലാവരും നല്ല ഒരു കാത്തിലൂടെ മരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവസാന കാലഘട്ടത്തിലുള്ളത് ശിറാറുൽ ഖൽഖാണ്, ശിറാറുൽ ഖൽഖാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കാത്തവനാണ്, മുതഅല്ലിമീങ്ങളെ ആദരിക്കാത്തവനാണ്, ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാത്തവനാണ്, പാവങ്ങളുടെ കണ്ണീരപ്പാത്തവനാണ്, നിരാലംബര കബലംബമാകാത്തവനാണ്, കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, സിനിമാ പാട്ടുകളെ കേട്ടുകൊണ്ട് നടക്കുന്നവനാണ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വേള ഓതാനവൻ തയ്യാറല്ല. പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സഹായിക്കാനും അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ തയ്യാറല്ല. ദുനിയാവിലെ തിയേറ്ററിൽ അവൻ ജോലിയാണ്. എല്ലാ സിനിമകളും അവൻ കാണും. ഏത് പടം പുതിയത് റിലീസായാലും അവൻ എവിടെയായിരുന്നാലും അത് കാണാൻ വേണ്ടി തയ്യാറെടുക്കുകയാ. തന്റെ കുടുംബത്തോടൊപ്പം പശുവയ്ക്കവന് പോയി സിനിമകൾ കാണുകയാണ്. ഏത് സമയത്തും കാതുകൾ ഹെഡ്സെറ്റാണ്, സിനിമാ പാട്ടുകൾ കേൾക്കുകയാണ്. DJ പാട്ടുകൾ ഇട്ടുകൊണ്ട് രാത്രിയുടെ അവങ്ങളെ മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോയാണ്. അവന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടുകൊണ്ട് രസിക്കുകയാണ്. യൂട്യൂബിലൂടെ മോശപ്പെട്ടതാകുന്ന ചിത്രങ്ങളും വീഡിയോകളും കണ്ടുകൊണ്ട്, വിവിധങ്ങളാകുന്ന റീൽസുകൾ കണ്ടുകൊണ്ട്, മറ്റുള്ളവരുടെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസുകൾ കാണുകയും സ്വന്തം മേനി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്ന സഹോദരിയാ, ആഖിറത്തെ ചിന്തിക്കാതെ ദുനിയാവിന്റെ പിറകെ ഓടുന്നവരാണ്. ഈ രീതിയിൽ മോശപ്പെട്ട ജീവിതം നയിച്ച് പരലോകത്തെ ചിന്തിക്കാതെ, ആഖിറത്തെ ചിന്തിക്കാതെ, ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് മുന്നോട്ട് പോകുമ്പോ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുകയാണ്. നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ആ ഊത്തിന്റെ ആഘാതത്താൽ പേടിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ആമുഖത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. അല്ലയോ ജനങ്ങളെ, ലോകാവസാനത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു വിളിക്കുന്നത് മുഅ്മിനീങ്ങളെ എന്ന് അല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നോമ്പിന്റെ വിഷയം വന്നപ്പോൾ മുഅ്മിനീങ്ങളെ വിളിച്ചതായ അല്ലാഹു, സക്കാത്തിന്റെ വിഷയം വന്നപ്പോ സത്യവിശ്വാസികളെ വിളിച്ചതായ അല്ലാഹു, ഇതാ ലോകാവസാനത്തിന്റെ വിഷയം വന്നപ്പോ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്. അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ. കാരണം ഈ ലോകാവസാനം കേവലം മുസ്ലിമിന് മാത്രം ബാധകമല്ല. നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, ലിബറലിസത്തിന്റെ വക്താക്കളെ, ഫെമിനിസത്തിന് കൊടപിടിച്ചവരെ, മോശപ്പെട്ട ജീവിതം നയിച്ചു നീക്കിയവരെ, അല്ലാഹ് എന്ന് വാദിച്ചതാകുന്ന നാസ്തികരായ ആളുകളെ ലോകർക്ക് മുഴുവനും പിടികൂടുന്നതാണ് ലോകാവസാനം എന്നറിയണേ. അതുകൊണ്ട് സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇത്തഖൂ
റബ്ബക്കും നിങ്ങൾ ഇതുവരെ കളിച്ചു രസിച്ചതും പോലെയല്ല അല്ലാഹുവിനെ ഒന്ന് സൂക്ഷിച്ച് ജീവിക്കണേ എന്തേ കാരണമെന്നറിയുമോ ഇന്ന സൽസലത സാഅ ശൈഉൻ അദീം ലോകാവസാനം ഒരു ഭീകരമാണ് ലോകാവസാനം ഒരു സംഭവമാണ് സൂറത്ത് കാഹളത്തിന്റെ പ്രഥമൗത്തിനെ കുറിച്ച് അല്ലാഹു പറയുകയാ സർവരും പേടിക്കുന്നതാണ് യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت മുലകൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ നിന്റെ മാറിടത്തിലേക്ക് കടിച്ചു പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നമോനെ അവന്റെ ചുണ്ടിൽ നിന്ന് നിന്റെ മുല അടർത്തിയെടുത്തുകൊണ്ട് അവനെ മാറിടത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് അവനെ ദൂരേക്ക് വലിച്ചെറിയുകയാണ് നമുക്കറിയാം ഒരു ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കൃപയും വാത്സല്യവും താല്പര്യമുള്ളത് തന്നെ പൊന്നമോൻ കരയുന്ന സമയത്ത് മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് മുലപ്പാല് ചുരത്തുന്നതായ സമയമാണ് ആ സമയത്ത് സൂറന്ന കാഹളത്തിന്റെ വിളിനാളമുണ്ടായാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു കുഞ്ഞിനെ നോക്കാൻ സമയമില്ല അതിശക്തമാകുന്ന ഊത്തല്ലയോ ഏഴ് ആകാശവും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന സൂറന്ന കാഹളത്തിലൂടെ ഊത്താണ് മാതാവ് തന്നെ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയുകയാണ് സ്വന്തം ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ സഹോദരിമാരെ പൂർണ്ണ ഗർഭിണിയായ ഉമ്മമാർ തന്നെ കുഞ്ഞിനെ പ്രസവിക്കുകയാണ് സമയമെത്തുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഭൂകമ്പമുണ്ടായപ്പോ തുർക്കിയിലെ ഒരു ചിത്രവും ഒരു വീഡിയോയും നിങ്ങൾ കണ്ടില്ലയോ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചോര പൈതലും എടുത്തുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തകനോട് വരുകയാണ് ചോദിച്ചു ഇതിന്റെ തള്ള എവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഭൂകമ്പമുണ്ടായപ്പോൾ ലോകത്തോട് പ്രസവിച്ചിടുകയാണ് തന്റെ മകനെ സമ്മാനിക്കുകയാണ് സ്വന്തമായവർ മരണത്തിന് കീഴടങ്ങുകയാണ് ഇത് ദുനിയാവിൽ നടന്ന ഒരു ഭൂകമ്പമാണ് എങ്കിൽ നാളെ ലോകാവസാനം സംഭവിക്കുന്നത് എത്ര ഭയാനകമാണെന്ന് ചിന്തിക്കണേ സോദരാ സർവ്വതും തരിപ്പണമാകമേ ജനങ്ങൾ കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തരായവരെ പോലെ ആളുകൾ ഭയഭീതരായി ഓടുകയാണ് പരവിഹ്വലരായി ഓടുകയാണ് അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് അവർ ഓടുന്നതെന്ന് വിശുദ്ധമായ ഒന്നാമത്തെ നഫ്ഖത്തുൽ ഫസ്അ ആയത്തുകൾ ഇനിയുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല രണ്ടാമത്തെ ഊത്താണ് നമ്മുടെ വിഷയം രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുസ് സഅഖ് അതിന്റെ അർത്ഥം സർവരെയും മരിപ്പിക്കാനുള്ള ഊത്ത് സുബ്ഹാനല്ലാഹ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തീരും ഇവിടുന്ന് ഓടി നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയാലും എന്താണ് മരിക്കും ഉറങ്ങാൻ പോകുന്നത് എന്താണ് സംഭവം മരണമാണ് ആയത്തുണ്ട് ഞാൻ വെറുതെ പറയുന്നത് എല്ലാത്തിനും ആയത്തു ഹദീസാണ് വേറൊന്നും ഇല്ലാത്ത ഒന്നോടെ പോകുന്നില്ല മരണമെന്ന് പറയുന്നത് എന്താണ് മരണമാണെന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ നിങ്ങൾ എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നത് മരിക്കാൻ പോവാൻ ഒരിക്കലും മരിക്കാൻ ഇഷ്ടപ്പെടൂ ഞാൻ വെറുതെ പറഞ്ഞില്ല ആയത്തുണ്ട് ഓതണ ആയത്ത് കേട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى الله പറയാണ് ഖുർആൻ മരണമെന്ന് പറയുന്നത് ഉറക്കമെന്ന് പറയുന്നത് മരണമാണ് വിശുദ്ധ ഖുർആൻ ഉറങ്ങാനല്ലേ പോകുന്നത് ആ ഉറങ്ങുന്ന സമയത്ത് നിന്റെ ആത്മാവിനെ ആര് പിടിച്ചു വെക്കുന്നുണ്ട് അല്ലാഹു ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ
മനുഷ്യ മാനവ, നീ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് നിന്റെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, പരസ്യമായ മരണമല്ലാതെ വീട്ടിൽ പോയി ഉറങ്ങുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നീ ഉറങ്ങുന്നതായ സന്ദർഭത്തിൽ നിന്റെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവാണ്. ഫയംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്ത്, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കണ്ട എന്ന് പടച്ചറബ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുകയാണ്. രാത്രിയിൽ പിടിച്ചു വെച്ച ആത്മാവിനെ അല്ലാഹു തിരിച്ചു നൽകുകയില്ല. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഭാര്യ വന്നുകൊണ്ട് ഈച്ച എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോ നീ ഞെട്ടി ഉണരുന്നില്ലേ? നിന്റെ ശരീരത്തിലേക്ക് ആത്മാവ് തിരിച്ചു നൽകുന്നത് കൊണ്ടാണ് എഴുന്നേൽക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആ എഴുന്നേറ്റുകൊണ്ട് നീ പോകൽ തന്നെ ഇലാ അജലിൻ മുസമ്മാ, അടുത്ത ഒരു അവധി വരെ ഉള്ളൂ സഹോദര, അടുത്ത ഒരു സമയം വരെ ഉള്ളൂ സഹോദരി. അത് തന്നെ കുറെ നാളൊന്നും ഇല്ല. നിനക്ക് കുറച്ച് ടൈം തരും. രാവിലെ വന്നോണ്ട് ഭാര്യ സമയം 8 മണി എഴുന്നേക്കുന്നില്ല. ഞെട്ടി എഴുന്നേക്കുന്നുണ്ടല്ലോ. എന്താ സംഭവം ഹാജിയാര്? ഈ ഉറക്കം മരണമാണ്. നിന്റെ ആത്മാവ് അങ്ങോട്ട് ഇട്ട് തരുമ്പോഴാണ് ഈ ഭാര്യ വിളിക്കുന്നോണ്ട് എഴുന്നേക്കുന്നത്. മറ്റേത് ഭാര്യ വിളിച്ചിട്ട് എഴുന്നേക്കാത്ത എത്ര ആൾക്കാരുണ്ട് മരിച്ചുപോയത് ഇല്ലേ? നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇല്ലേ? നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരില്ലേ? സുജൂദിൽ കടന്ന് മരിച്ചുപോയ മുൻഗാമികളില്ലേ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരില്ലേ? ഇമാം മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇത്തഖുല്ലാഹ്, പടച്ചറബിനെ പേടിക്കണേ എന്ന് പറഞ്ഞപ്പോ ആ വാക്ക് കേട്ടിട്ട് അതിന്റെ ഭയപ്പാടിൽ മരിച്ചുപോയ സാലിഹീങ്ങളില്ലേ? പെട്ടെന്നുള്ള മരണങ്ങൾ എത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഏത് സമയത്തും മരിക്കും. ഓടണ്ട. ഈ ഓട്ടോ ഒക്കെ എങ്ങോട്ടാ ഓടുന്നത്? എല്ലാം മരണത്തിലേക്ക്. ഇനിയിപ്പോ ഒറ്റ എഴുന്നേക്കത്തില്ല. അങ്ങനെയാണ് പിന്നെ ഇവിടെ ഇരിക്കും. നീ പോയി കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല. ഇയാളെ കൊണ്ട് എല്ലാത്തിനും ആയത്തിനും സദസ്സിരുന്ന് ഉറങ്ങുന്നവര് ശ്രദ്ധിച്ചു. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. ഖുർആനാണ്. എന്റെ വാക്കല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് ദ്വാരക്കുന്നത്? ഞാൻ മനസ്സിലായി. ദുആ ചെയ്യുന്നവർക്കല്ലേ അറിയാവുന്നു. അല്ലാത്തവരെന്താ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാട്സാപ്പ് നോക്കാണ്. സരിതയുടെ ശരീരത്തിൽ എന്താ അസുഖം ഉണ്ടെന്ന് പറയുന്നത്, ബ്ലഡ് പരിശോധിക്കാൻ കൊണ്ടുപോയെന്ന് പറയുന്നത്. അല്ലാത്തവൻ ഇത് തന്നെ പരിപാടി. മൊബൈൽ ആദ്യം എടുത്തിട്ട് 25 മിനിറ്റാണ് രാവിലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മൊബൈലുമേൽ അടിച്ചായിരിക്കല്ലേ അലാറം വെക്കുന്നതും മൊബൈലിനകത്ത്. രാവിലെ എഴുന്നേറ്റ് അലാറം അടിക്കുമ്പോൾ എഴുന്നേറ്റ് അവിടെ തന്നെ കിടന്നുകൊണ്ട് പല്ലും തേക്കുന്നില്ല, മുഖം കഴുകുന്നില്ല, ഒറ്റ ഇരിപ്പിൽ ആചാരം അവിടെ ഇരുന്നു 25 ഫേസ്ബുക്കിന്റെ പേജ് ഓതി തീർക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് പോയി കറങ്ങി യൂട്യൂബ് മുതലാളി എടുത്ത് പോയി ഒന്ന് ക്ഷമാപണം നടത്തിയിട്ടാണ് ബാത്റൂമിലോട്ട് കയറും. അപ്പോഴത്തേക്ക് 25 മിനിറ്റ് രാവിലെ ചെയ്യുന്ന അമല. എന്താണ് നമ്മുടെ അവസ്ഥ? ചിന്തിക്കുക. ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എന്ത് മോമിന 10 മിനിറ്റ് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈ അടുത്തൊരു കൊമേഡിയൻ താരം രമേശ് പിഷാരടി എന്നറിയപ്പെടുന്ന ഒരു കൊമേഡിയൻ താരത്തിന്റെ ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു. അയാൾ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുക. അപ്പൊ ആ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്ന അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ മൊബൈൽ ഉപയോഗം കുറച്ചു എന്ന് കേട്ടു, ശരിയാണോ? ഇതിനെ ഇതൊക്കെ പറയുന്നത് ഇങ്ങനത്തെ പറഞ്ഞാൽ ഇന്നത്തെ ആയത്തോതിനേക്കാൾ എഫക്റ്റ് ആണ് ഈ പറയുന്നത്. അതുകൊണ്ടായി കേൾക്ക്. അവൻ പറയാണ്, ശരിയാണ്, ഞാൻ കുറച്ചു. കാരണം ഒന്നുമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 10-25 മിനിറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇതിന്റെ പുറകെ ചെലവഴിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് വാട്സാപ്പിൽ മെസ്സേജൊക്കെ നോക്കും. രാത്രി ഉറങ്ങുമ്പോൾ എല്ലാ സ്റ്റാറ്റസുകളും വീഡിയോകളും കണ്ടിട്ട് ഉറങ്ങുള്ളൂ. ഇതിങ്ങനെ ശീലമായി പോയി.
അപ്പൊ 10-25 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകിട്ടും മറ്റു സമയങ്ങളിലൊക്കെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് മൊബൈൽ എൻഗേജ് കണ്ടിട്ടില്ലേ? ചില ആളുകൾ രോഗികളെ കാണാൻ വരിക. ഈ അടുത്തൊരു ഫോട്ടോ വല്ലാതെ പ്രചരിച്ചിരുന്നു. രോഗിയുടെ കട്ടിലുമേ കിടക്കാണ്, രോഗിയെ വെളിയിലാണ്. അവനെ വെളിയിലാക്കിയിട്ട് അവന്റെ കട്ടിലേക്ക് കയറി രോഗിയെ കാണാൻ വന്ന എല്ലാരും അവിടെ പോയിരുന്നിട്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് സമയം കിട്ടിയാൽ അപ്പൊ എല്ലാവരും മൊബൈലും മേലെ. വൈകുന്നേരം പോസ്റ്റ് മറിച്ചിട്ട് തൂണാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്നവനും മൊബൈൽ നോക്കാത്തവനില്ല. എല്ലാരും മൊബൈലും കളിയാണ്. 10 മിനിറ്റെങ്കിലും അങ്ങോട്ടും. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നതുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നു, ഞാനിത് എന്റെ സ്ക്രീനിലെ കളർഫുൾ ഒക്കെ മാറ്റിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. അപ്പൊ ഒരു നടിയെ കാണുമ്പോഴത്തേക്ക് കാണാൻ വലിയ സുഖമില്ല. അപ്പൊ പിന്നെ വേഗം തന്നെ ഓഫ് ചെയ്ത് വെക്കും. അവന്റെ ബുദ്ധിപരമായ രീതിയിൽ അവന്റെ തോട്ടിൽ അവന്റെ ഒരു ചിന്തയിൽ കൊണ്ടുവന്നത് അവനത് പ്രായോഗികമാക്കാൻ. എല്ലാവരും മൊബൈലുണ്ട്, ആരാ ചെയ്യുന്നത്? എല്ലാവരും നല്ല കളർഫുൾ ആയിട്ട് കാണാൻ. ഹണി റോസ് ഇന്ന് കട ഉൾക്കാടിക്കാൻ പാടില്ല. ഇന്നലെ ഇതാ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് തന്നെ കളി. ഇതിനെ രാവിലെ മുതൽ തന്നെ ഓരോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നല്ല കളർഫുൾ ആയിട്ട് കാണുകയാണ്. അവന്റെ കണ്ണിന് നല്ല കുളിർമ തോന്നുക. അടുത്ത വീഡിയോ കാണുക. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വരികയാണ്. പിന്നെ അത് കണ്ടു തീർത്തിട്ട് പോവാം. പിന്നെ അടുത്ത് വരികയാണ്. അടുത്തത് കണ്ടു തീർത്തിട്ടോ. ഒന്നിനും വല്ല കുറവുണ്ടോ? ഒരു വിഷയത്തിൽ അടിച്ചിട്ടാലോ 19 വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടത് വരിക. അതിന് റിലേറ്റ് ആയിട്ടുള്ളതൊക്കെ കടന്നു വരികയാണ്. ഇവന് ഇഷ്ടമുള്ളതൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കാൻ. ഇവൻ കാണുന്നത് മോശപ്പെട്ട ഫോൺ വീഡിയോകളാണെങ്കിൽ മകൻ എടുത്തു നോക്കുമ്പോൾ അവനും ഇത് തന്നെ വരുന്നത്. അവൻ 2 കിഡ്സ് വീഡിയോ കണ്ടിട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് വാപ്പ കണ്ടോണ്ടിരുന്ന ഫോൺ വീഡിയോ തൊട്ടടി വന്നു കണ്ണീലിയോ നിൽക്കുന്നു കണ്ടോണ്ടിരിക്കുക. പിന്നെ പിള്ളേരൊക്കെ അത് കണ്ടാൽ മതി. ഇതാണ് ലോകം. മനസ്സിലാക്കണേ. മൊബൈൽ ഫോൺ അങ്ങനെയാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പിന്നീട് വന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ മക്കളൊക്കെ പിഴച്ചു പോകാൻ കാരണം അതാണ്. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ. അല്ലാഹുവേ, നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. നീ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ فصعق من في السماوات ومن في الأرض إلا ما شاء الله إلا ما شاء الله إلا ما شاء الله ثم ينفخ فيه أخرى പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊതേണ്ട താമസം ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ചറബിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി പറയുകയാണ്, ഒന്നാമത്തെ ഊതൂതിയിട്ട് ജനങ്ങൾ മുഴുവനും പേടിച്ചുകൊണ്ട് വലിയ ഭൂകമ്പമുണ്ടായിട്ട് ജനങ്ങൾ മുഴുവനും പേടിച്ച് നിലകൊള്ളുകയാണ്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ളതായ ദൂരം എത്രയെന്നറിയുമോ? 40 വർഷമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തുർക്കിയിലും സിറിയയിലും ഈ ഒരു ഭൂകമ്പം 7.8 അളവിലാണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായത്. ഏറ്റവും വലിയ ഭൂകമ്പമാണ്. ചെറുതും വലുതുമായ ഇതൊക്കെ ഉണ്ടായി. എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. എത്ര വലിയ ഭീകരമാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഈ സമൂഹം അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇവിടെ ഒന്നാമത്തെ ഊത്തിന് ശേഷം രണ്ടാമത്തെ ഊത്തിന്റെ ഇടയിലുള്ള സമയം 40 കൊല്ലമാണ്. 40 വർഷം എടുക്കും. അത് കഴിയുമ്പോഴേ അടുത്ത ഊത്ത് വരും. 40 കൊല്ലം എന്താ പരിപാടി? ഇടയ്ക്കുള്ള കടയിൽ പോയിട്ട് സിഗരറ്റ് ഒക്കെ വാങ്ങിച്ച് ഇത് കൊള്ളാം ഒന്നുമില്ല. എല്ലാവരും ഇടങ്ങേറ് തന്നെ. എല്ലാവരും ഭൂകമ്പത്തിൽ അകപ്പെട്ടു പോയി. എല്ലാവരും പേടിച്ചിട്ട് ഓട്ടാൻ. അത്ര ഭീകരമായ ശബ്ദമാണ്. ഒരാളും അതിൽ നിന്ന് ഒഴിവാകൂല. 7 ആകാശഭൂമികൾ മുഴുവനും വിറപ്പിക്കുക.
ജനങ്ങളെല്ലാം ഓട്ടത്തോടെ ഓട്ടം. 40 കൊല്ലം അങ്ങനെ നിൽക്കും. അത് പരിചയപ്പെടുത്താനാണ് അള്ളാഹു ഇപ്പം 20 ദിവസമൊക്കെ ആയിട്ട് ഇപ്പോഴും തുർക്കിയിലും സിറിയയിലും ആളുകൾ ഓടുന്നത് കാണിക്കുന്നത്. അവർക്ക് ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല, ഭയപ്പാട് മാറിയിട്ടില്ല. ഇനിയും എപ്പോഴും ഉണ്ടാകും, ഏത് സമയത്തും ഉണ്ടാവാം. അങ്ങനെ നിൽക്കണവർ. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്. അതുകൊണ്ടാണ് വാപ്പ താഴെ നിന്ന് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. നമ്മളൊക്കെയാണ് മോളിൽ മമ്മദ് വിളിക്കും, വാപ്പാക്ക് കൊടുക്കണം, നെഞ്ചത്തടിക്കുന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഒരൊറ്റ വാക്കുപോലും വാപ്പാക്ക് ഷഹാദത്ത് താഴെ നിന്ന് ചൊല്ലിക്കൊടുക്കാൻ വാപ്പാക്ക് ഒരു ഈമാൻ കിട്ടിയതും അത് മകൻ ഏറ്റി ചെല്ലുന്നു. നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ കള്ള ഹയവാൻ ഇവിടെ ചാ കിടക്കുമ്പോൾ ഏകം രക്ഷിക്കാൻ വാപ്പാട്. ഇത് മോളിൽ നിന്നുണ്ടാവും കെലിമ ഏറ്റില്ലാണ് മകൻ. ആ വേദനയോടുകൂടി ശരീരം മുഴുവൻ നെഞ്ചുകൂട് മുഴുവൻ തകർക്കപ്പെട്ട സമയത്തും ഷഹാദത്ത് കലിമ ഏറ്റില്ലാണ്. എന്തൊരു ഈമാനാണ്. 40 വർഷം നിലകൊള്ളും ഈ ഊത്തിന്റെ കാഠിന്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്ത് എല്ലാവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ചറപ്പ് രണ്ടാമത്തെ ഊതാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുന്നതോടുകൂടി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സർവരും മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഫസഅഖ മൻ ഫിസ് സമാവാത് വമൻ ഫിൽ അർദ്. ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളും മരിച്ചു വീഴുകയാണ്. 40 കൊല്ലമായി പേടിച്ച് വിറച്ചുകൊണ്ട് നിലകൊണ്ടതായ സമൂഹം തന്റെ പ്രിയപ്പെട്ട മക്കളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവ് കുട്ടിയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഗർഭിണികളാകുന്ന സഹോദരിമാർ അവരുടെ സമയം എത്തുന്നതിന് മുമ്പ് പ്രസവിച്ചു പോകുന്ന രംഗമാണ്. കല്ലുകുടിച്ചുകൊണ്ട് മതോന്മത്തരായി നിലകൊള്ളുകയാണ്. അഥവാ കല്ലുകുടിച്ചുകൊണ്ട് മതോന്മത്തരായി ഓടുന്നത് പോലെ ലക്കും ലകാലമില്ലാതെ ആളുകൾ ഓടുകയാണ്. കല്ല് കുടിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ അവർ മസ്ത് ബാധിച്ചത്. അവർ അല്ലാഹുവിന്റെ അതികഠിനമാകുന്ന ശിക്ഷ ഓർത്തിട്ട. കാരണം ജീവിതത്തിൽ നമസ്കാരമില്ല, ജീവിതത്തിൽ നോമ്പുകളില്ല, ജീവിതത്തിൽ സക്കാത്തുകളില്ല, ജീവിതത്തിൽ പാപങ്ങളുടെ കണ്ണീരപ്പിയിട്ടില്ല, ജീവിതത്തിൽ നിരാലംബർക്ക് അവലംബമായിട്ടില്ല, ജീവിതത്തിൽ നിരാശർക്ക് ആശ്രയത്വം കൊടുത്തിട്ടില്ല, ജീവിതത്തിൽ ഒരു തീമക്കളെ പോലും തലയിൽ തലോടിയിട്ടില്ല, ഒരു പാവപ്പെട്ട മുത്തഅല്ലിമിന് പോലും അന്നം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ ഇന്ന് വരെ അവൻ തയ്യാറായിട്ടില്ല. മോശപ്പെട്ട സിനിമകളും സിനിമാ പാട്ടുകളും റീൽസുകളും കണ്ടുകൊണ്ട് തന്റെ രാത്രിയെയും തന്റെ പകലുകളെയും മലീമസമാക്കിയവനാണ് അവൻ. ഇതാ ഖേദിക്കുകയാണ്. 40 കൊല്ലത്തോളം പേടിച്ചുകൊണ്ട് അവൻ നിലകൊള്ളുകയാണ്. അതാ രണ്ടാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഫസഅഖ മൻ ഫിസ് സമാവാത് വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ മരിക്കുമേ. ഇല്ലാ മാഷാ അല്ലാഹ് പറയുകയാണ്, അല്ലാഹു ഉദ്ദേശിച്ചതായ ചിലരൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ മരിക്കും. അതാരൊക്കെയാണത്? ഒന്ന് സയ്യിദുനാ ജിബ്രീൽ, ഉറക്കെ പറയും. രണ്ടൊന്ന് സയ്യിദുനാ മീകാഈൽ, മൂന്നാമത്തത് സയ്യിദുനാ ഇസ്രാഫീൽ, നാലാമത്തത് സയ്യിദുനാ അസ്റാഈൽ. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ മരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. എല്ലാവരും മരണപ്പെട്ടു, ഒരാളും മരിക്കാതില്ല. അല്ലാഹുമുണ്ട്, ഈ 4 മലക്കുകളുണ്ട്. ഓരോരുത്തരെയും അല്ലാഹു വിളിക്കും. ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ ജിബ്രീൽ. ജിബ്രീലേ, നീ മരിക്കണേ. ഫയമൂതു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കുകയാണ്. രണ്ടാമതായി മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ലോകർക്ക് മുഴുവനും റിസ്ക് നൽകിയവരല്ലേ, മഴ കൊണ്ട്
ഏൽപ്പിക്കപ്പെട്ടതാകുന്ന വ്യക്തിയല്ലേ, കടന്നു വരുക കടന്നു വരുക. മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ, നീ മരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ്. ഫയമൂതു മീകായിൽ, മീകായിൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അല്ലാഹു പിടിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം മുഖേന മീകായിൽ അലൈഹിസ്സലാം മരിക്കും. മൂന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയും, മുത്തയാ ഇസ്രാഫീൽ, അല്ലേ ഇസ്രാഫീലേ, നീ മരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ്. അപ്പൊ ഇനി ഒരു ഊത്തൂടി ഉണ്ടോ ഇല്ലയോ? മൂന്നാമത്തെ ഒരു ഊത്തൂടി ഇല്ലേ? അത് ഊതണ്ടേ? മരിക്കണം, മരിക്കാതെ ഒരു രക്ഷയില്ല. മരണത്തെ പുൽകാതെ ഒരൊറ്റ സൃഷ്ടിയും പോവില്ല. അതിന് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നും ഒഴിവില്ല. നീയും മരണത്തിന്റെ രുചി അറിയണം. അറിഞ്ഞതിന് ശേഷം പിന്നീട് ആദ്യം പുനർജീവിപ്പിക്കാരെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ. എന്നിട്ട് അല്ലാഹു പറയും മൂന്നാമത്തെ ഊത്തുതാൻ പറയും. അതായത് നഫ്ഖത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കാനുള്ളൂ. ആ ഊത്തൂതുമ്പോഴാണ് ആദ്യം ഖബറിൽ എഴുന്നേൽക്കുമാര് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇതുവരെ മരണപ്പെട്ടു പോയവരിൽ ആദ്യം എഴുന്നേൽക്കുക ഖബറിൽ നാരാൻ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വിധങ്ങളാണ് ആദ്യം എഴുന്നേൽക്കുക. തിരിച്ചു വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അല്ലാഹു പിടിക്കാൻ ഓർഡറിടുകയാണ്. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും പിടിക്കുകയാണ്. ആരാ ഉള്ളത്? അസ്റായീൽ അലൈഹിസ്സലാം. വിഷയം തീരാൻ പോ. അസ്റായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ. ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിച്ചതാകുന്ന അസ്റായീലേ, നീയും ഈ ലോകത്ത് നിന്ന് മരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ്. കൊടുവള്ളിയിലുള്ള കരുവമ്പയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ അന്ത്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കാതൊന്ന് കുറിപ്പിച്ച് കേൾക്കണേ. ആദരവായ പ്രവാചകർ പറയുകയാണ്, ഫയദ്ഹബു ഇലാ മൗദിഇൻ ബൈനൽ ജന്നതി വന്നാർ. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം പോകുകയാണ്. ഫയൻസിഉ മിൻഹു റൂഹഹു ഇന്ന് വരെ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ പിടിച്ചതാകുന്ന അസ്റായീൽ അലൈഹിസ്സലാം സെക്കൻഡ് ബൈ സെക്കൻഡുകൾക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ ആത്മാവിനെ പിടിച്ചവരില്ലേ? എത്ര ഭൂകമ്പങ്ങളിലൂടെ, എത്ര സുനാമിയിലൂടെ, എത്ര മാരകമാകുന്ന രോഗങ്ങളിലൂടെ, എത്ര വലിയ ആപത്തുകളിലൂടെ, എത്ര വലിയ വിപത്തുകളിലൂടെ ലോകം മുഴുവനും കിടുക്കിക്കളഞ്ഞ അസ്റായീലല്ലേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് ചെല്ലുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം സ്വന്തമായി ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫയസീഹു സൈഹാ. ആദരവായ പ്രവാചകൻ പറയുകയാണ്, സഹാബ, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലത്തോടുകൂടിയാണ് അസ്റായീൽ അലൈഹിസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുക. ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇത്ര വലിയ വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നീ ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ട്
എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും മുഅ്മിനീങ്ങളുടെ ആത്മാവിന് കൂടുതൽ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ എന്ന് പറയുകയും അസ്റായീൽ അലൈഹിസ്സലാം വലിയൊരു ശബ്ദകോലാഹലത്തോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കരുവമ്പയിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരി, എസ്കെഎസ്എഫിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുക, ഞാനും നിങ്ങളും ഈ ലോകത്ത് വന്ന മരണത്തെ പുൽകാതെ പോകുകയില്ല, ഒരാളെ പോലെ മരണത്തെ പുൽകാതെ പോകുകയില്ല. അവസാനമായി ലോകത്ത് വന്ന് വിട പറയുന്നതായ ഘട്ടം വരുമ്പോ ഈ ദുനിയാവിൽ കള്ളുകുടിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയലും കണ്ടതായ ആളുകൾ, മോശപ്പെട്ട റീൽസുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളേക്ക് തള്ളി നീക്കിയതായ ചെറുപ്പക്കാരികളില്ലേ, സഹോദരങ്ങളില്ലേ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി കള്ളുകുടിക്കാത്ത രാവുകളില്ലായിരുന്നു, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളുമായി മോശപ്പെട്ട ചാറ്റിംഗ് നടത്താത്തതായ രാവുകളില്ലായിരുന്നു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊണ്ടതായ മുസ്ലിം അംഗമാരില്ലേ, സഹോദരിമാരില്ലേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 4-5 പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട ഭാര്യ, നിനക്ക് വേണ്ടി സർവ്വതും നൽകുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവളെ ഒഴിവാക്കി മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ, മോശപ്പെട്ട രാവുകളിലേക്ക് തന്റെ ജീവിതത്തെ നയിച്ചവരില്ലേ, എമ്മടിക്കാതെ ഉറക്കം വരില്ല എന്നെ കൈവിറയ്ക്കുന്നു എന്ന് പറഞ്ഞതായ കൂട്ടുകാരില്ലേ, മുസ്ലിം അംഗമാരില്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളടക്കം ലഹരിയുടെ ഉപയോഗം അധികരിച്ചതായ കാലഘട്ടമല്ലേ, ഈ രീതിയിലുള്ള ജീവിതം നയിച്ച അവസാന ലോകത്ത് നിന്ന് വിട പറയുമ്പോ അല്ലാഹുവിനോട് മോശപ്പെട്ട ജീവിതം നയിച്ച ആളുകൾ പറയുമത്രേ, അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്കൊരവധി നൽകുമോ അല്ലാ, ഒരു സെക്കൻഡ് എനിക്ക് ദുനിയാവിലേക്കൊന്ന് പോകണം അല്ലാ, ഞാൻ കള്ളു കുടിച്ചു പോയവനാണ്, ഞാൻ വ്യഭിചരിച്ചു പോയവനാണ്, ഞാൻ സിനിമ കണ്ടു പോയവനാണ്, ഞാൻ സീരിയൽ ദർശിച്ചു പോയവനാ, മോശപ്പെട്ട രാവുകളിലേക്ക് എന്റെ ജീവിതത്തെ നയിച്ചവനാണ്, എന്റെ ജീവിതം പോയില്ല റബ്ബേ, എല്ലാ ദിവസവും ഞാൻ മോശപ്പെട്ട ചാറ്റിംഗ് നടത്തിയവനാണ്, അന്യരാകുന്ന പെണ്ണുങ്ങളെ ഞാൻ മോശമാക്കുന്ന രീതിയിലാണ് കണ്ടത്, അവരുടെ ശരീരത്തിന്റെ ഭാഷകൾ കാണാൻ ഞാൻ ഒളിഞ്ഞും പതുങ്ങിയും നടന്നവനാണ് റബ്ബേ, എന്റെ കൂട്ടുകാരെനിക്ക് വാട്സാപ്പിലൂടെ മോശപ്പെട്ട നഗ്നമാക്കപ്പെട്ട ചിത്രങ്ങൾ അയച്ചു, വീഡിയോകൾ അയച്ചു തന്നിട്ടുണ്ട്, അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എന്റെ രാത്രിയെ തള്ളി നീക്കി അല്ലാ, സിഗരറ്റ് വലിച്ചു നടന്നു റബ്ബേ, കഞ്ചാവ് വലിച്ചുകൊണ്ട് നടന്നവനാണ്, ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകൾക്ക് ക്യൂ നിന്നവനാണ്, ഖുർആൻ ഓതാൻ കൂട്ടാക്കിയില്ല, റജബിന്റെ മുന്നിൽ വന്നു, ശഅബാന്റെ മുന്നിൽ വന്നു, റമദാൻ മാസം വന്നിട്ട് പോലും ഞാൻ നന്നായില്ല റബ്ബേ, നോമ്പുകൾ നോറ്റുപോയില്ല അല്ലാ, മോശപ്പെട്ട ജീവിതമായിരുന്നു നയിച്ചത് റബ്ബേ, സലാത്ത് നിർബന്ധമാക്കപ്പെട്ടതാകുന്ന ശഅബാൻ മാസത്തിൽ പോലും ഒരു സലാത്ത് പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ചൊല്ലിയില്ല അല്ലാ, ഹറാമായ ജീവിതം നയിച്ചതാണ് റബ്ബേ, എന്നെ ഒന്ന് പിന്തിക്കണേ അല്ലാ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധിയിലേക്ക് എന്നെ ഒന്ന് മടക്കണേ അല്ലാ, ഫഅസ്സദഖ വഅകും മിനസ് സാലിഹീൻ, ഞാനൊരൽപ്പം സദഖ നൽകിയിട്ട് വരാം അല്ലാ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന മനുഷ്യൻ അവൻ ആദ്യമായി പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുന്നത്, മരണത്തെ മുഖാമുഖം കാണുമ്പോ ഞാൻ സദഖ നൽകിയത് കുറവാണ് റബ്ബേ, പാവങ്ങളുടെ കണ്ണീര് പാത്തവനായി, നിരാലംബർക്ക് അവലംബമാകാത്തവനായി, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാത്തവനായി, സകാത്തിന്റെ ഫണ്ടിൽ നിന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാതെ ഒരു ആലിമിനോ ഒരു മുത്തല്ലിമിനോ നാട്ടിലുള്ള ഒരു വിധവകൾക്കോ ഒരു പാവപ്പെട്ട മുത്തല്ലിമിനോ ഒരു അല്പനേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ എന്റെ സ്വന്തം ജീവിതം ഞാൻ ഹോമിച്ചു നടന്നു റബ്ബേ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കണേ അല്ലാ, ഫഅസ്സദഖ, ഞാനൊന്ന് സദഖ ചെയ്തിട്ട് വരാം അല്ലാ, ഞാൻ
ഞാനൊന്ന് പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ പഠിക്കുന്ന മക്കളെ സഹായിച്ചിട്ട് വരാം റബ്ബേ, അവർക്കൊരു 100 രൂപ കൊടുത്തിട്ട് വരാമല്ല, അവർക്കൊരു സദഖ നൽകിയിട്ട് വരാം റബ്ബേ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാമിനോടും കൂട്ടാളികളോടും മരണത്തെ മുഖാമുഖം കാണുന്ന മനുഷ്യൻ പറയുമ്പോ അല്ലാഹ് പറയുകയാണ്, മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ കല്ലാ, വേണ്ടടാ വേണ്ടടാ. ഒരുപാട് ആലിമീങ്ങളെ, സമുന്നതരായ പണ്ഡിതന്മാരെ നിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് വാദ് പറയിച്ചില്ലേ? അവര് പറയുന്ന ആയത്തുകളും ഹദീസുകളും കേട്ടിട്ട് പോലും ഹൃദയത്തിലൊരു ഭയപ്പാട് പോലും ഇല്ലാതെ കള്ളു കുടിച്ചും രസിച്ചും രമിച്ചും മോശപ്പെട്ട സിനിമകൾ കണ്ടും അശ്ലീലമാക്കപ്പെട്ട പടങ്ങൾ രസിച്ചും നിന്റെ ശരീരത്തിന്റെ മേനികൾ പരപുരുഷന്മാർക്ക് കാണിക്കാൻ ദീപി വെച്ചുകൊണ്ടും നടന്ന പെങ്ങളല്ലേ, ഇത് നിന്റെ ദുനിയാവിലേക്ക് മടക്കുന്ന വിഷയമല്ല. കല്ലാ, വേണ്ട മലക്കുകളെ, വേണ്ട മലക്കുകളെ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖൈറുഹാ, അതവൻ പറയുന്ന വെറും വാക്ക് മാത്രമാണ്. ദുനിയാവിലേക്ക് മടക്കിയാൽ അവൻ ജീവിതത്തിൽ ഒരു നന്മയും അവൻ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അവനെ ഇനി ദുനിയാവിലേക്ക് മടക്കല്ലേ. 60-70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ? അവലം നുഅമ്മിറുക